ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും എജ്യൂപോർട്ടിന്റെ 8ാം ക്ലാസ്സായിട്ട് വീണ്ടും സ്വാഗതം. മക്കളെ, മുഞ്ചിത് സാറാണ്. എടാ, നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ വരുന്ന ഓണം എക്സാമിന് 3 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് വളരെ സിമ്പിളാണ്. പക്ഷെ ഒരുപാട് മക്കൾ സ്കിപ്പ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, സംയോജിത കീട നിയന്ത്രണം എന്ന് പറയുന്ന ടോപ്പിക്. ആള് ഭയങ്കര സിമ്പിളാണ്. ആക്ച്വലി ആള് ഭയങ്കര എന്താ പറയുക, തൊള്ളയെ കയറ്റ കടിക്കൂല കേട്ടോ, തൊട്ടാവാടിയാണ്, പാവമാണ്, പക്ഷെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേടാ? സോ ആകെ 20 മാർക്കുള്ള പരീക്ഷയ്ക്ക് 3 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പരിപാടിയല്ല, നല്ല ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെ ആയതുകൊണ്ടാണ് അല്ലേ. സോ മക്കളെ, ഇപ്പോഴത്തെ ലൈക്ക് ചെയ്ത് വെച്ചോ. നമ്മുടെ ഫ്രണ്ട്സിൽ 8A ചങ്സ്, 8C ഫോർ അവർ, 8B ടീംസ് ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടണം. അതുപോലെ ലൈക്ക് അടിക്കും തോറും ഈ വീഡിയോ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മൾ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ സജഷനായിട്ട് പോകും. സോ അവർക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾ സ്കൂളിൽ നമ്മുടെ മിഡ് ടേം യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല സുഖമായിരുന്നുവെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു ഓക്കെ ആണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതല്ല സാർ നല്ല ടഫായിരുന്നെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വേൾഡ് കപ്പിൽ നിങ്ങളുടെ ടീം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ മക്കൾസെ, ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ നോക്കുന്നത് സംയോജിത കീട നിയന്ത്രണം അഥവാ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് കീടങ്ങൾ. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. എടാ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പയറ് ചെടി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ആ പയറ് ചെടിയെ ഇലകൾ ഇങ്ങനെ ചിലപ്പോൾ ചില നമ്മുടെ പുഴുക്കൾ അല്ലേ കഴിക്കണ കാണാൻ വേണ്ടി പറ്റും. ആ ചെടിയെ കഴിക്കുന്ന ഒരു ഇരയില്ലടാ, അല്ലെങ്കിൽ ഒരു ശത്രു അല്ലേ ആക്ച്വലി ആ ചെടിക്ക് പുഴു എന്ന് പറഞ്ഞാൽ. സോ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ പെസ്റ്റ് എന്ന് പറഞ്ഞാൽ, കീടങ്ങൾ എന്ന് പറഞ്ഞാൽ. റെഡിയല്ലേ? ഇങ്ങനത്തെ പുഴുക്കളെയും മറ്റും നമ്മുടെ ചെടികളെയും കൃഷികളെ നശിപ്പിക്കുന്ന മറ്റു ജന്തുക്കളെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കണം, ഇതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അഥവാ IPM ഒന്ന് ഷോർട്ടാക്കി വിളിക്കും. ഓക്കെ അല്ലടാ? സംയോജിത കീട നിയന്ത്രണം. ഈ സംയോജിത കീട നിയന്ത്രണം പ്രകാരം എല്ലാ പെസ്റ്റിനെയും എല്ലാ കീടങ്ങളെയും ഒറ്റടിക്ക് ചുട്ടണ് കൊല്ലുക, അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽസ് അടിച്ചിട്ട് കൊല്ലുക, അങ്ങനത്തെ പരിപാടി നമ്മളെ കയ്യിലില്ല. നമ്മളൊക്കെ ബയോളജിക്കാരില്ലേ, ജീവന്റെ വില അറിയുന്നവരെ നമ്മളൊക്കെ അല്ലേ. സോ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് കില്ലിങ് ഓൾ, എല്ലാവരും കൂടിയാണ് കൊല്ലുക എന്നുള്ളതല്ല. പകരം എന്താണടാ, കൺട്രോൾ ദെയർ നമ്പർ, അവരുടെ എണ്ണത്തെ ചുരുക്കി കൊണ്ടുവരിക. നോക്കിക്കേടാ, എല്ലാവരെയും കൊല്ലുന്നതിന് പകരം അവരുടെ എണ്ണം നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ IPM സംയോജിത കീട നിയന്ത്രണത്തിൽ ചെയ്യാറുള്ളത്. പക്ഷേ എണ്ണം നിയന്ത്രിക്കണം, ഒക്കെ കൊന്നൂടെ, എല്ലാം നശിപ്പിച്ചൂടെ, എന്തിനാ വെറുതെ ചോദിക്കുകയാണെങ്കിൽ മക്കളെ, നമ്മൾ കാണുന്ന ഒരാൾക്ക് ഒരു നല്ല സൈഡും അല്ലാത്ത സൈഡും ഉണ്ടാവും. റെഡി അല്ലേ? നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഒരു കീടങ്ങളാണ് നമ്മളെ ചെടിയിൽ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതേ ആളുകളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായേക്കാം. ചില നമ്മുടെ വേസ്റ്റിനെ അവർ കഴിച്ച് അതിനെ വേസ്റ്റ് ഫുള്ള് ക്ലീൻ ആക്കുന്നുണ്ടായേക്കാം അല്ലേ. ഇങ്ങനത്തെ ഒരുപാട് ഉപയോഗം നമുക്കുണ്ട്. സോ ചില ആൾക്കാർ നമ്മൾ പൂർണ്ണമായിട്ട് കൊന്നു കളഞ്ഞാൽ, ഇല്ലാണ്ടാക്കിയാൽ അത് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ അത് മോശമായിട്ട് ബാധിക്കും. നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ അത് എന്ത് ചെയ്യടാ, ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യില്ല, എല്ലാവരെയും കൊല്ലൂല, പകരം എണ്ണം കുറച്ചുകൊണ്ട് വരും. ഇതിന് ഉപയോഗിക്കുന്ന 3 മാർഗങ്ങളുണ്ട്. ഒന്ന് മെക്കാനിക്കൽ ട്രാപ്പുകൾ, കെണികൾ. എടാ, ഒരുപാട് എലികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എലികളെ കെണി വെച്ച് പിടിക്കാം. നമ്മളെ എലിക്കെണിയൊക്കെ ഇട വെച്ച് കുടിക്കാം അല്ലേ. യെസ്, നോക്കിക്കേടാ, നമ്മുടെ മെക്കാനിക്കൽ ട്രാപ്പ്. അതല്ലെങ്കിൽ നെറ്റ് എന്ന് പറഞ്ഞാൽ വലകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയപ്പെട്ടിട്ടുള്ള നമ്മുടെ ചെറിയ വണ്ടോ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ആണെങ്കിൽ, ലൈക്ക് ചെറിയ പ്രാണികൾ പോലെ സാധനങ്ങൾ മുതൽ വല കെട്ടിപ്പിടിക്കാം. അതുമല്ലെങ്കിൽ മിത്ര കീടങ്ങളെ ഉപയോഗിക്കാം അല്ലേ, ഫ്രണ്ട്ലി പെസ്റ്റിനെ ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ എലികളുടെ എണ്ണം ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ പൂച്ചകളെ ഇറക്കണം അല്ലേ, അവർ തിന്നോളൂ. മാഷേ, പൂച്ചെരികൾ അങ്ങനെ തിന്നൊന്നുമില്ല, പോട്ടെ. റെഡി? സോ ഇങ്ങനെ മിത്ര കീടങ്ങളെ, നമ്മുടെ വണ്ടിൻ്റെയും അല്ലെങ്കിൽ പ്രാണികളുടെ എണ്ണം കൂടിയ തവളാച്ചുകളെ കൊണ്ടുവരണം. തവള എന്ത് ചെയ്തോളും, അതിനെ പ്രാണികളെ കഴിച്ചോളും, എണ്ണം കുറച്ചോളും. റെഡി അല്ലേടാ? സോ 3 മാർഗങ്ങളാണ് സംയോജിത കീട നിയന്ത്രണം ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പഠിക്കേണ്ടിയിരിക്കുന്നത് മക്കളെ നോക്കിക്കേടാ. 1 കെണികൾ അഥവാ മെക്കാനിക്കൽ ട്രാപ്പ്, 2 നെറ്റ് വലകളാണ്, 3 ഫ്രണ്ട്ലി പെസ്റ്റുകളാണ്, മിത്ര കീടങ്ങളുടെ ഉപയോഗമാകുന്നു. റെഡി അല്ലേടാ? ഈ ടോപ്പിക്ക് വേണ്ടി നമ്മൾ കാണുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ചിത്രമാണ്. 3 കീടങ്ങളുടെ ചിത്രം കാണാൻ വേണ്ടി പറ്റും. 1 കായ തുരക്കുന്ന, പോടിനെ ബോർ ചെയ്യുന്ന പോഡ് ബോറർ, അതല്ലെങ്കിൽ കായ് തുരപ്പൻ എന്ന് പറയുന്ന പയറിൽ കാണുന്ന ഒരു സൈസ് ഒരു എന്താടാ, ഒരു പുഴു ടൈപ്പ് സാധനം, ഒരു കീടമാണ്.
ദെൻ ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, നമ്മുടെ വെണ്ടയിൽ ഒക്കറയിൽ കാണുന്ന ഇല ചുരുട്ടിപ്പുഴു മറ്റൊരു ടൈപ്പ് ഒരു കീടമാണ്. മൂന്നാമത് നമ്മുടെ ബ്രിഞ്ചാൾ, വൈതനയുടെ ഒക്കെ തണ്ട് തുരക്കുന്ന സ്റ്റെം ബോറർ ആയിട്ടുള്ള ഒരു പെസ്റ്റ് കീടം. എടാ ഇതിന് ചിത്രം തന്നിട്ട് ഇതാരാണ്, ഇതിൻ്റെ പേരെന്താണെന്നൊരു സ്ഥിരം ചോദ്യമാണ് നമ്മുടെ എക്സാമിൽ, ഒരു 1 മാർക്ക് ചോദ്യമാണ്. സോ ഇപ്പൊ തന്നെ എന്ത് ചെയ്യടാ, കണ്ണുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്ത് ചെയ്യടാ, കണ്ണുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, സെറ്റാക്കി പഠിക്കുക. റെഡി ഇല്ലടാ? 8ാം ക്ലാസ് ആണ് വരുന്ന ഓണപരീക്ഷ. നമ്മുടെ പുതിയ സ്കൂളിലെ പുതിയ ക്ലാസ്സിലെ പുതിയ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലുള്ള ആദ്യത്തെ എക്സാമാണ്. സോ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാം തൂക്കണമെങ്കിൽ എടാ എഡ്യൂപോർട്ട് പുതിയൊരു ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 17ാം തീയതിയാണ് അതിൻ്റെ ബാച്ച് സ്റ്റാർട്ടിങ്. സോ തുടക്കം മുതൽ 1ാം പാഠം മുതൽ നമുക്ക് പഠിച്ച് വീണ്ടും തുടങ്ങാം. ഓണം എക്സാം ആകുമ്പോൾ നമ്മളത് സെറ്റാക്കി തരും. റെഡി അല്ലേടാ? സോ മക്കൾസ് ഓർത്തിരുന്നോ, നോക്കിക്ക്, നമ്മൾ ഓണത്തിനൊരു പാൻറ്റും കുപ്പായം ട്രൗസറും, പെരുന്നാൾക്ക് 4 കുപ്പായം വാങ്ങുന്ന പൈസ പോലും കൊടുക്കണ്ട അല്ലേ? 3,800 എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ് നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ച് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കിട്ടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, നേരെ കമൻറ്റ് ബോക്സിൽ പോവുക. നമ്മുടെ വരുന്ന ഓണം എക്സാം തൂക്കണം മാഷ്, എനിക്ക് നല്ല മാർക്ക് വേണം, കുട്ടികളെ എനിക്കൊന്ന് നെട്ടിക്കണം, ഒരു നല്ല കംബാക്ക് നടത്തണം മാഷ്, ടീച്ചറെ കണ്ടുന്ന് പൊന്നീച്ച പറക്കണം. അങ്ങനെയാണെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ പോവുക. നമ്മുടെ പിന്നെ ഇത് വെച്ചൊരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റും, എഡ്യൂപോർട്ട് സൂപ്പർ ബാച്ച് ജോയിനിങ് ലിങ്ക്. പേര്, ഫോൺ നമ്പർ, ക്ലാസ് മാത്രം എടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓഫീസിൽ നിന്ന് ഞാനോ ഹർഷൽ സാറോ ഡാനിഷ് സാറോ സാദിഖ് സാറോ അനിനും ആരെങ്കിലും നിങ്ങളെ വിളിക്കും, ഇത് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇഷ്ടപ്പെടാൻ മാത്രം ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പം താല്പര്യമില്ല എങ്കിലും എന്ത് ചെയ്തോ, ലിങ്കിൽ ജോയിൻ ചെയ്തോ, അല്ലെങ്കിൽ പേര് കൊടുത്തു വെച്ചോ. കാരണം പിന്നീട് എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം വരുമ്പോൾ ഇതേ ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ട്രിക്ക്. സോ മക്കൾസ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ, മറക്കണ്ട. നമ്മൾ ഓണം എക്സാം തൂക്കണം. ആൻഡ് രണ്ടാമത്തെ കാര്യം, പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ A+ ഗ്രൂപ്പ് എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ നല്ല മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് പൈസ ഒന്നും കൊടുക്കണം. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടുകളും ഹോം വർക്കൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ടീച്ചർമാരായിട്ട് കറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. റെഡി അല്ലേ? ഫ്രീ ആണ് A+ ഗ്രൂപ്പ്. നിങ്ങൾ ആരും നൈസായിട്ട് ജോയിൻ ചെയ്തോ, കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ടീച്ചർമാരായിട്ട് കറക്റ്റ് ഇങ്ങനെ നോക്കിക്കടാ, ഡാനിഷയുടെ മോന്ത കണ്ടിനോടെ അങ്ങനെ ടീച്ചർമാരായിട്ട് കറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് പറ്റുന്ന ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വോയിസ് അയക്കാം, ടെക്സ്റ്റ് ഇടാം അല്ലേ, ടീച്ചർമാരൊക്കെ മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം. അങ്ങനെ സെറ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ ഇൻട്രാക്റ്റിംഗ് ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. സോ അതിനും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ആട്ടോ, കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ഇപ്പം തന്നെ പോവാ, ജോയിൻ ചെയ്ത് വെക്കുക. സോ മക്കൾസ് ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഏത് ടൈപ്പ് വീഡിയോസ് ആണോ, ക്വസ്റ്റ്യൻസ് ആണോ, ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണോ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നേരത്തെ പറഞ്ഞ് മറക്കണ്ട, നിങ്ങളുടെ വേൾഡ് കപ്പ് ടീം ആരാണോ അതും കൂടി കമൻറ്റ് ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.